എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നേവിയുടെ ഷിപ്സും സബ്മറൈൻസും ബിൽഡ് ചെയ്യുന്ന മസാക്കൺ ഡോക്കിലേക്കും അതുപോലെ ഇന്ത്യൻ നേവിയുടെ യാർഡിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ധാരാളം വേക്കൻസികളുണ്ട്. 2 നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് മസാക്കൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആണ്. ഇന്ത്യൻ നേവിയുടെ ഷിപ്സും സബ്മറൈൻസും ബിൽഡ് ചെയ്യുന്ന ഒരു ഡോക്കാണ് മസാക്കൺ ഡോക്ക്. അവിടത്തേക്കാണ് വേക്കൻസി. ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ അവിടത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിലേക്ക് 11 സെപ്റ്റംബർ 2024 മുതൽ 1 ഒക്ടോബർ 2024 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ധാരാളം പോസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തത് AC റെഫ്രിജറേറ്റർ മെക്കാനിക്കാണ് 2 വേക്കൻസി, ഷിപ്പ് ഗ്രൈൻഡർ 15 വേക്കൻസി, കംപ്രസർ അറ്റൻഡന്റ് 4 വേക്കൻസി, ഡീസൽ കം മോട്ടോർ മെക്കാനിക് 5 വേക്കൻസി, ഡ്രൈവർ 3 വേക്കൻസി, ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്റർ 3 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 15 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക് 4 വേക്കൻസി, ഫിറ്റർ 18 വേക്കൻസി, ഹിന്ദി ട്രാൻസ്ലേറ്റർ 1 വേക്കൻസി, ജൂനിയർ ഡ്രോട്ട്സ്മാൻ 4 വേക്കൻസി, ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ 12 വേക്കൻസി, ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ 7 വേക്കൻസി, ജൂനിയർ പ്ലാനർ എസ്റ്റിമേറ്റർ സിവിൽ 1 വേക്കൻസി, മിൽ റൈറ്റ് മെക്കാനിക് 5 വേക്കൻസി, പെയിന്റർ 1 വേക്കൻസി, പൈപ്പ് ഫിറ്റർ 10 വേക്കൻസി, റിഗർ 10 വേക്കൻസി, സ്റ്റോർ കീപ്പർ 6 വേക്കൻസി, സ്ട്രക്ചർ ഫാബ്രിക്കേറ്റർ 2 വേക്കൻസിയാണ്. അടുത്ത സെമി സ്കിൽഡ് ആണ്. ഫയർ ഫൈറ്റർ 26 വേക്കൻസി, സെയിൽ മേക്കർ 3 വേക്കൻസി, സെക്യൂരിറ്റി ഷിപ്പായി 4 വേക്കൻസി, യൂട്ടിലിറ്റി ഹാൻഡ് സെമി സ്കിൽഡ് 14 വേക്കൻസി, സ്പെഷ്യൽ ഗ്രേഡ് മാസ്റ്റർ 1 ക്ലാസ് 1 വേക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ 176 വേക്കൻസിയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ AC റെഫ്രിജറേറ്റർ മെക്കാനിക്ക്, ഷിപ്പ് ഗ്രൈൻഡർ, കംപ്രസർ അറ്റൻഡന്റ്, ഡീസൽ കം മോട്ടോർ മെക്കാനിക്ക്, ഡ്രൈവർ, ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്ക്, ഫിറ്റർ തുടങ്ങിയ തസ്തികയിലേക്ക് 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിലേക്ക് ഡ്രൈവറിലേക്ക് നമുക്ക് 10ാം ക്ലാസ്സും അതിന് ഡ്രൈവിംഗ് ലൈസൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെവി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മറ്റുള്ള പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റിലേക്ക് 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കലാണ്. ഇതിലേക്കും അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. QC ഇൻസ്പെക്ടർ മെക്കാനിക്കലിലേക്ക് മസ്റ്റ് കംപ്ലീറ്റ് 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ ഓർ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത QC ഇലക്ട്രിക്കലാണ്. 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം എഞ്ചിനീയറിംഗിൽ. ജൂനിയർ പ്ലാനർ എസ്റ്റിമേറ്റർ സിവിലാണ്. 3 വർഷത്തെ ഡിപ്ലോമ സിവിലിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാം. അടുത്തത് മിൽ റൈറ്റ് മെക്കാനിക്കാണ്. അത് അപ്രന്റീസ്ഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. പെയിന്റർ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. പൈപ്പും അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. റിഗറിലേക്കും പറഞ്ഞിരിക്കുന്ന സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റോർ കീപ്പറിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതും എഞ്ചിനീയറിംഗിലാണ് പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ്, മാനേജ്മെന്റ് ക്വാളിഫിക്കേഷൻ, മെറ്റീരിയൽ മാനേജ്മെന്റ്, നോളജ് ഓഫ് കമ്പ്യൂട്ടർ വിൽ ബി പ്രിഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്ട്രക്ചർ ഫാബ്രിക്കേറ്റർ ആണ്. അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. ഫയർ ഫൈറ്റർ ചോദിച്ചിരിക്കുന്നത് SSC 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും കൂടാതെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ SSC ക്വാളിഫിക്കേഷനും ഫയർ ഫൈറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത സെയിൽ മേക്കറാണ്. ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. സെക്യൂരിറ്റി ഷിപ്പായാണ് ചോദിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് അതുപോലെ തന്നെ ആർമിയിൽ നിന്നുള്ള ആർമി ക്ലാസ് ഫസ്റ്റ് എക്സാമിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൽ 15 വർഷം സർവീസ് ഉള്ള എക്സ് സർവീസ്മെന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. യൂട്ടിലിറ്റി ഹാൻഡ് സെമി സ്കിൽഡ് ആണ്. അടുത്തത് അപ്രന്റീസ്ഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ്റ്റർ 1 ക്ലാസ് എന്ന് വെച്ചാൽ 565 BSPയുടെ മറൈൻ ബോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ എക്സ് സർവീസ് ഫ്രം ഇന്ത്യൻ നേവി വിത്ത് 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഹോൾഡിംഗ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ. ഇതാണ്. ഇതിലേക്കുള്ള നമുക്ക് ഏജ് ലിമിറ്റും മറ്റുള്ള കാര്യങ്ങളും നോക്കാം. സാലറി കൊടുത്തിട്ടുണ്ട്. സാലറി പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ ഗ്രേഡ് 22,000 മുതൽ 83,780 വരെയാണ്. സ്കിൽഡ് ഗ്രേഡിലേക്ക് 17,000 മുതൽ 64,360 രൂപ വരെയാണ്. സെമി സ്കിൽഡിലേക്ക് 13,200 മുതൽ 49,910 രൂപ വരെ സാലറി ലഭിക്കുന്നതാണ്. അതുകൂടാതെ DA, HRA അലവൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 38 വയസ്സ് വരെ, 18 മുതൽ 38 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 1 സെപ്റ്റംബർ 2024 ബേസിസിലായിരിക്കും ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക. നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് ഇന്ത്യൻ നേവിയുടെ
നേവൽ ബേസ് യാർഡിലേക്കാണ്, ഷിപ്പ് റിപ്പയർ യാർഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റന്റ് 2 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 12 വേക്കൻസി, ഇലക്ട്രോൺ മെക്കാനിക് 11 വേക്കൻസി, ഫിറ്റർ 24 വേക്കൻസി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി 5 വേക്കൻസി, ഇൻസ്ട്രുമെന്റേഷൻ 3 വേക്കൻസി, മെഷീനിസ്റ്റ് 2 വേക്കൻസി, മറൈൻ എഞ്ചിൻ ഫിറ്റർ 15 വേക്കൻസി, മെക്കാനിക് ഡീസൽ 12 വേക്കൻസി, മെക്കാനിക് എംബഡ് ആൻഡ് സിസ്റ്റം 2 വേക്കൻസി, മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് 9 വേക്കൻസി, മെക്കാനിക് മെഷീൻ ടൂൾ 2 വേക്കൻസി, മെക്കാനിക് മെക്കട്രോണിക്സ് 11 വേക്കൻസി, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 2 വേക്കൻസി, മെക്കാനിക് റെഫ്രിജറേഷൻ AC 6 വേക്കൻസി, ഓപ്പറേറ്റർ അഡ്വാൻസ് മെഷീൻ ടൂൾ 3 വേക്കൻസി, പെയിന്റർ ജനറൽ 5 വേക്കൻസി, പൈപ്പ് ഫിറ്റർ 5 വേക്കൻസി, ഷീറ്റ് മെറ്റൽ വർക്കർ 2 വേക്കൻസി, ഷിപ്രൈറ്റ് സ്റ്റീൽ 7 വേക്കൻസി, ഷിപ്രൈറ്റ് വുഡ് 9 വേക്കൻസി, ടൈലർ 5 വേക്കൻസി, വെൽഡർ 9 വേക്കൻസി, അതുപോലെ MIG വെൽഡർ 5 വേക്കൻസി, 168 വേക്കൻസിയാണ് അതിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്രെയിൻ ഓപ്പറേറ്റർ 2 വേക്കൻസി ഉണ്ട്, ഫോർജർ ഹീറ്റ് ട്രീറ്ററാണ് 5 വേക്കൻസി, റിഗർ 5 വേക്കൻസി, ഫ്രഷറാണ്. 10ാം ക്ലാസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്. സോ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ക്രെയിൻ ഓപ്പറേറ്റർ ആൻഡ് ഓവർ ഹെഡ് 10th പാസും ഫ്രഷറാണ് ചോദിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫോർജറാണ് ഹീറ്റ് ട്രീറ്ററാണ്, അത് 10ാം ക്ലാസ് പാസ്സാണ് ഫ്രഷർ, 10ാം ക്ലാസ് പാസ്സർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. റിഗറിലേക്ക് 8ാം ക്ലാസ് പാസ്സുകാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. 10ാം ക്ലാസ്സിൽ 50% മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ IT ഉള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ 65% മാർക്കും. റിഗറിലേക്ക് 8ാം ക്ലാസ് ക്വാളിഫിക്കേഷനാണ്. ഫോർ റിഗർ ട്രേഡ് ക്വാളിഫിക്കേഷൻ ഫോർ ക്യാൻ ഷാൾ ബി 8th പാസ്. 8th പാസ്സായവർക്ക് റിഗറിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പോസ്റ്റിലേക്ക് ട്രെയിനിങ് ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ട്രെയിനിങ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപേക്ഷിക്കുക. 2 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറക്കരുത്. അതിന് സംശയം തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അന്ത്യമാരം.